പ്രിയ ശ്രോതാക്കളെ, ദ സ്റ്റോറി ഓഫ് ദി സെയിൻസിൻ്റെ 224 അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. വിശുദ്ധ മരിയ ഗുരേറ്റിക്ക് ശേഷം ഈ ആഴ്ച വിശുദ്ധ പന്തേനൂസിനെ കുറിച്ചാണ്. ഒരു പണ്ഡിതനും പ്രേക്ഷിതനുമായിരുന്ന വിശുദ്ധ പന്തേനൂസ് 2-ാം നൂറ്റാണ്ടിലായിരുന്നു ജീവിച്ചിരുന്നത്. ജന്മം കൊണ്ട് വിശുദ്ധൻ ഒരു സിസിലിയക്കാർ സ്വദേശിയായിരുന്നു. ക്രൈസ്തവരുടെ സംസാരത്തിലെ നിഷ്കളങ്കതയും വശ്യതയും വിശുദ്ധനെ ആകർഷിക്കുകയും അത് സത്യത്തിന് നേരെ തൻ്റെ കണ്ണുകൾ തുറക്കുവാൻ അദ്ദേഹത്തെ പ്രേരിപ്പിക്കുകയും ചെയ്തു. അതേ തുടർന്ന് പന്തേനൂസ് വിശുദ്ധ ലിഖിതങ്ങൾ പഠിക്കുവാൻ ആരംഭിച്ചു. വിശുദ്ധ ലിഖിതങ്ങളെക്കുറിച്ചുള്ള അറിവിനായുള്ള വിശുദ്ധൻ്റെ അടങ്ങാത്ത ദാഹം അദ്ദേഹത്തെ ഈജിപ്തിലെ അലക്സാണ്ട്രിയയിൽ എത്തിച്ചു. അവിടെ വിശുദ്ധ മാർക്കോസിൻ്റെ ശിഷ്യന്മാർ ക്രിസ്തീയ പ്രമാണങ്ങൾ പഠിപ്പിക്കുന്നതിനായി ഒരു വിദ്യാലയം സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. വിശുദ്ധ ലിഖിതങ്ങൾ പന്തേനൂസ് നേടിയ അഗാധമായ പാണ്ഡിത്യം വഴിയായി അന്ധകാരത്തിൽ നിന്നും വിശുദ്ധനെ പുറത്തേക്കിറങ്ങേണ്ടതായി വന്നു. അധികം വൈകാതെ തന്നെ വിശുദ്ധൻ ആ ക്രിസ്തീയ വിദ്യാലയത്തിൻ്റെ തലവനായി നിയമിതനായി. പന്തേനൂസിൻ്റെ അഗാധമായ പാണ്ഡിത്യത്താലും അദ്ദേഹത്തിൻ്റെ അധ്യാപന രീതിയുടെ പ്രത്യേകതയാലും ആ സ്ഥാപനത്തിൻ്റെ പ്രസിദ്ധി മറ്റുള്ള തത്വചിന്തകന്മാരുടെ വിദ്യാലയങ്ങളെക്കാളും ഒരുപാട് പ്രചരിച്ചു. വിശുദ്ധൻ പഠിപ്പിച്ചിരുന്ന പാഠങ്ങൾ അവ കേൾക്കുന്നവരുടെ ഉള്ളിൽ പ്രകാശവും അറിവും ഉളവാക്കുവാൻ ഉതകുന്നതായിരുന്നു. ഇതിനിടെ അലക്സാണ്ട്രിയയിൽ വ്യാപാരത്തിനെത്തിയ ഇന്ത്യക്കാർ തങ്ങളുടെ രാജ്യം സന്ദർശിക്കുവാൻ വിശുദ്ധനെ ക്ഷണിച്ചു. പിന്നീട് വിശുദ്ധൻ തൻ്റെ വിദ്യാലയം ഉപേക്ഷിച്ച് കിഴക്കൻ രാജ്യങ്ങളിൽ സുവിശേഷം പ്രസംഗിക്കുവാൻ പോയി. വിശ്വാസത്തിൻ്റെ ചില വിത്തുകൾ ഇതിനോടകം തന്നെ അവിടെ മുളച്ചതായി വിശുദ്ധനെ കാണുവാൻ കഴിഞ്ഞു. 216 വരെ തൻ്റെ സ്വകാര്യ അധ്യാപനം തുടർന്നതിന് ശേഷം തൻ്റെ മരണം കൊണ്ട് മഹനീയമായ ജീവിതത്തിന് വിശുദ്ധൻ അന്ത്യം കുറിച്ചു. ഇനി നമുക്ക് ഇന്നത്തെ ചിന്താവിഷയം എന്താണെന്ന് ശ്രദ്ധിക്കാം. പരിഭവങ്ങൾക്ക് പകരം പരീക്ഷണങ്ങളും ഒഴിവ് കഴിവുകൾക്ക് പകരം പോരാട്ടങ്ങളുമാണ് വിജയിക്കുന്നവൻ്റെ മനഃശാസ്ത്രം. ഒന്നിനോടും ഒരു താല്പര്യവുമില്ലാതെ കണ്ടും കേട്ടും മടങ്ങാൻ വേണ്ടി മാത്രമായി എന്തിനാണ് ഒരു ജീവിതം? ജീവിച്ചിരിക്കുന്നു എന്നതിൻ്റെ ഒരു തെളിവും അവശേഷിപ്പിക്കാതെ ആൾക്കൂട്ടത്തിനിടയിൽ അപ്രത്യക്ഷരാകുന്ന അവരുടെ ആധിക്യമാണ് സമൂഹത്തെ പലപ്പോഴും നിഷ്ക്രിയമാക്കുന്നത്. ജീവിത വിജയത്തിനായി പോരാടുന്നവൻ്റെ പരിശ്രമങ്ങൾക്ക് പകരം വയ്ക്കാൻ കാഴ്ചക്കാരൻ്റെ പരിദേവനങ്ങൾക്ക് മതിയാവില്ല. ജീവിതത്തിൽ മുന്നോട്ടു പോകുന്ന സമയത്തുണ്ടാകുന്ന പരാജയങ്ങളെയും അവഹേളനങ്ങളെയും അവഗണിക്കുവാൻ ശീലിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് ഉയരങ്ങൾ താണ്ടാൻ സാധിക്കുന്നത്. ഏവർക്കും നന്ദി.